ഇംഗ്ലീഷ് അക്ഷരമാലയിൽ വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ മലയാളം ഉൾപ്പെടെയുള്ള നമ്മുടെ ഭാഷകളിൽ ഇങ്ങനെ ഒരു രീതിയില്ല. ഒരേ അക്ഷരത്തിന് എന്തിനാണ് ഇംഗ്ലീഷിൽ മാത്രം രണ്ട് രൂപങ്ങൾ? ചരിത്രത്തിൻ്റെ ഏടുകളിലൂടെ എക്സ്പ്ലെയിൻ വഴിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ഉത്തരം കമൻറ്റ് ബോക്സിലുണ്ട് കേട്ടോ, നോക്കാൻ മറക്കല്ലേ. യഥാർത്ഥത്തിൽ പഴയ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ നമ്മൾ ഇന്ന് കാണുന്ന ക്യാപിറ്റൽ ലെറ്ററുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കല്ലുകളിലും മറ്റും കൊത്തിവെക്കാനായിരുന്നു ഇവ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പിന്നീട് പേപ്പറുകളിൽ എഴുതാൻ തുടങ്ങിയപ്പോൾ വേഗത്തിൽ എഴുതുന്നതിനായിട്ട് എഴുത്തുകാർ അക്ഷരങ്ങൾ അല്പം ഉരുട്ടി വടിവൊപ്പിച്ചു. അങ്ങനെ ഉരുണ്ടതും ലളിതവുമായ രൂപങ്ങൾ ചെറിയ അക്ഷരങ്ങളായിട്ട് മാറി. പിന്നീട് അച്ചടി യന്ത്രങ്ങൾ വന്നപ്പോഴാണ് ലോവർ കേസ്, അപ്പർ കേസ് എന്നീ പേരുകൾ വന്നത്. അക്ഷരങ്ങൾ സൂക്ഷിച്ചിരുന്ന പെട്ടികളിൽ ഇടയ്ക്കിടെ ഉപയോഗിക്കേണ്ടി വരുന്ന വലിയ അക്ഷരങ്ങളെ മുകളിലത്തെ തട്ടിലും സ്ഥിരമായി ഉപയോഗിക്കുന്ന ചെറിയ അക്ഷരങ്ങളെ കൈയെത്തുന്ന താഴത്തെ തട്ടിലുമായിരുന്നു ക്രമീകരിച്ചിരുന്നത്. ഈ ശീലം കാരണം ഇന്നും നമ്മൾ അക്ഷരങ്ങളെ അപ്പർ കേസ് എന്നും ലോവർ കേസ് എന്നും വിളിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡിലേക്കുള്ള ചോദ്യം: ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഐ, ജെ എന്നീ അക്ഷരങ്ങൾക്ക് മുകളിൽ കാണുന്ന കുഞ്ഞൻ പൊട്ടിന് പറയുന്ന പേരെന്താണെന്ന് അറിയാമോ? ഇതിനു പിന്നിലുമുണ്ട് രസകരമായ ഒരു കഥ. ഉത്തരം അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക്